ഒരിക്കൽ ചൈനയിൽ സ്വന്തം ഫോൺ തെരുവുകളിൽ വിറ്റുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇന്ന് ഐഫോണും സാംസങ്ങിനും ഒരു വെല്ലുവിളി ഒരു ഫോൺ ബ്രാൻഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ദിസ് ഈസ് 50 days 50 ടൈപ്പ് ബിസിനസ് സ്റ്റോറീസ് ഡേ 25. ഇതുപോലത്തെ ബിസിനസ് സ്റ്റോറീസിനായി ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. 1969 ചൈനയിലാണ് ലേജും ജനിക്കുന്നത്. കുട്ടിക്കാലം പോലെ ഇലക്ട്രോണിക്സിനോട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ലേജു. അതുകൊണ്ട് തന്നെ 18ാം വയസ്സിൽ സ്റ്റീവ് ജോബ്സിന്റെയും ബിൽ ഗേറ്റ്സിന്റെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ച് അവരെ പോലെ ആവണം എന്നൊരു ആഗ്രഹം പുള്ളിക്കുണ്ടായി. അങ്ങനെ അവരെ പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഒരു എംപ്ലോയി ആയി അദ്ദേഹം ജോലിക്ക് കയറി. കിങ് സോഫ്റ്റ്വെയർ എന്ന കമ്പനിയിൽ ഒരു എംപ്ലോയി ആയി ജോലിക്ക് കയറുകയും പിന്നീട് വർഷങ്ങളുടെ കഷ്ടപ്പാടും കൊണ്ട് അദ്ദേഹം ആ കമ്പനിയുടെ CEO ആവുകയും കമ്പനിയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെയെല്ലാം സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹം CEO സ്ഥാനം രാജിവെക്കുന്നു. അദ്ദേഹം ചെയ്തൊരു മണ്ടത്തരമാണെന്നും ഇയാൾക്ക് ഭ്രാന്താണെന്നും പലരും അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ വാല്യൂ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയുള്ളൂ. അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം ഒരു ടീമുണ്ടാക്കി ഷൗമി എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്തെങ്കിലും പക്ഷേ വളരെയധികം സ്ട്രഗിൾ ആ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ CEO അദ്ദേഹം പോലും തെരുവുകളിൽ ഇറങ്ങി ഫോൺ വിളിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ആ കമ്പനിയുടെ ഒരു കഷ്ടപ്പാട് എന്തായിരുന്നു. പക്ഷേ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ ഷൗമി ഒരു ട്രെൻഡായി. സാംസങ്ങിനെയും ആപ്പിളിനെ വരെ വെല്ലുന്ന വലിയൊരു ബിഗ് സെയില് ഷൗമിക്കുണ്ടായി. എന്തിനെതിരെ നമ്മുടെ ഇന്ത്യയിലെ ഫ്ലിപ്കാർട്ടിന്റെ പോലും ഒരു ക്രാഷ് ഉണ്ടായത് ഷൗമിയുടെ വരവോടെയായിരുന്നു. നിങ്ങളുടെ ഷൗമി ഉപയോഗിക്കുന്ന കൂട്ടുകാരന് വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറ, നീ ഉപയോഗിക്കുന്ന ഈ ഫോണ് ഒരു കഷ്ടപ്പാടിന്റെ കഥ പറയാനുണ്ടെന്ന്.